വർഷ EDS വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ് കുമാർ, കൊല്ലം ജില്ലയിലെ മാതാ VHSS വിളക്കുപാറ സ്കൂളിലെ EDSന്റെ വൊക്കേഷണൽ അധ്യാപകനാണ്. ഇന്ന് നമ്മളിവിടെ പഠിക്കുന്നത് 2 ടോപ്പിക്കുകളാണ്. ആദ്യത്തെ ടോപ്പിക്ക് നമ്മൾ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ എടുക്കേണ്ട സുരക്ഷാ മുൻകരുതലുകളെ പറ്റിയും രണ്ടാമത്തെ ടോപ്പിക്ക് വാട്ടർ പമ്പിനെ പറ്റിയുമാണ്. ആദ്യത്തെ ടോപ്പിക്കായ സേഫ്റ്റി പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ യൂസിങ് അപ്ലയൻസസ് എന്റെ പവർ പോയിന്റിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് പോയിന്റാണ് അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് എനർജൈസ്ഡ് ഇലക്ട്രിക്കൽ കോണ്ടാക്ട്. എനർജൈസ്ഡ് ഇലക്ട്രിക്കൽ ലൈനുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. സെക്കൻഡ് പോയിന്റ്, ട്രീറ്റ് ആൾ ഇലക്ട്രിക്കൽ ഡിവൈസസ് as if they are live or energized. ഇലക്ട്രിക്കൽ അപ്ലയൻസസിനെ കൈകാര്യം ചെയ്യുമ്പോൾ അത് പ്രവർത്തനക്ഷമവും എനർജൈസ്ഡും ആണെന്ന തിരിച്ചറിവുണ്ടായിരിക്കണം. ഡിസ്കണക്ട് ദ പവർ സോഴ്സ് ബിഫോർ സർവീസിംഗ് ഓർ റിപ്പയറിംഗ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്. അപ്ലയൻസ് സർവീസ് ചെയ്യുന്നതിന് മുൻപ് വൈദ്യുതി പ്രവാഹം വിച്ഛേദിക്കുക. യൂസ് ഓൺലി ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ് വിത്ത് നോൺ കണ്ടക്റ്റിംഗ് ഹാൻഡിൽസ് വെൻ വർക്കിംഗ് ഓൺ ഇലക്ട്രിക്കൽ ഡിവൈസസ്. നോൺ കണ്ടക്റ്റിംഗ് ഹാൻഡിൽസ് ഉള്ള ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. നെവർ വിയർ റിങ്സ് ഓർ മെറ്റൽ വാച്ച് ബാൻഡ്സ് വെൻ വർക്കിംഗ് വിത്ത് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്. ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് സർവീസ് ചെയ്യുമ്പോൾ വൈദ്യുതിയെ കടത്തിവിടുന്ന മെറ്റൽസ് ധരിക്കരുത്. വെൻ ഇറ്റ് ഈസ് നെസസറി ടു ഹാൻഡിൽ എക്യുപ്മെൻറ്റ് ദാറ്റ് ഈസ് പ്ലഗ്ഡ് ഇൻ, ബി ഷുവർ ഹാൻഡ്സ് ആർ ഡ്രൈ ആൻഡ് വിയർ നോൺ കണ്ടക്റ്റീവ് ഗ്ലൗസ്. പ്ലഗ് ഇൻ ചെയ്തിരിക്കുന്ന ഉപകരണങ്ങൾ സർവീസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ കൈയുറകൾ ധരിക്കേണ്ടതാണ്. If water is spilled onto equipment, shut off power at the main switch and unplug the equipment. എക്യുപ്മെൻറ്റിൽ വെള്ളനനവുള്ളതാണെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തതിനു ശേഷം എക്യുപ്മെൻറ്റ് അൺപ്ലഗ് ചെയ്യുക. If an individual comes in contact with a live electrical conductor, do not touch the equipment or person. Disconnect the power source from the സർക്യൂട്ട് ബ്രേക്കർ. ഒരു വ്യക്തി ലൈവ് വയറിൽ തൊട്ട് ഷോക്ക് അടിക്കുകയാണെങ്കിൽ ഒരിക്കലും ആ വ്യക്തിയെയോ എക്യുപ്മെൻറ്റിനെയോ തുടരുത്. ആദ്യം സർക്യൂട്ട് ബ്രേക്കറിൽ നിന്നും പവർ സോഴ്സ് ഡിസ്കണക്റ്റ് ആയതിനു ശേഷം ഷോക്കടിച്ച വ്യക്തിയെ രക്ഷപ്പെടുത്തുക. നെവർ ഹാൻഡിൽ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് വെൻ ഹാൻഡ്സ് ഫീറ്റ് ആർ വെറ്റ്. നനവുള്ള കൈകാലുകൾ എന്നിവ ഉപയോഗിച്ച് ഒരിക്കലും വൈദ്യുത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യരുത്. ഡു നോട്ട് സ്റ്റോർ ഹൈലി ഫ്ലെയിമബിൾ ലിക്വിഡ് നിയർ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്. ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾക്ക് സമീപം തീ പിടിക്കുന്ന ദ്രാവകങ്ങൾ സൂക്ഷിക്കരുത്. ഡു നോട്ട് വിയർ ലൂസ് ക്ലോത്തിങ് നിയർ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്. അയഞ്ഞ വസ്ത്രങ്ങളോ ടൈകളോ ധരിച്ചുകൊണ്ട് നമ്മൾ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് സർവീസ് ചെയ്യരുത്. ഇത്രയാണ് നമ്മൾ ഇലക്ട്രിക് അപ്ലയൻസസ് സർവീസ് ചെയ്യുമ്പോൾ എടുക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ. ടോപ്പിക്കാണ് വാട്ടർ പമ്പ്. ആധുനിക കാലഘട്ടത്തിൽ എല്ലാവർക്കും സുപരിചിതമായ ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസ് ആണ് വാട്ടർ പമ്പ്. വാട്ടർ പമ്പിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ലോ ലെവലിൽ നിന്ന് വെള്ളത്തെ ഹൈ ലെവലിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതായത് കിണറ്റിൽ നിന്നും വെള്ളത്തെ ടാങ്കിൽ എത്തിക്കുക. ഒരു വാട്ടർ പമ്പ് എന്ന് പറഞ്ഞാൽ അതൊരു ഹൈഡ്രോളിക് മെഷീനാണ്. ഇത് മെക്കാനിക്കൽ എനർജിയെ ഹൈഡ്രോളിക് എനർജിയാക്കി കൺവെർട്ട് ചെയ്യുന്നു. ഒരു ഇൻഡക്ഷൻ മോട്ടറിന്റെ സഹായത്തോടെയാണ് വാട്ടർ പമ്പ് വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ പ്രവർത്തന തത്വം എന്ന് പറഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. രണ്ട് ടൈപ്പ്
വാട്ടർ പമ്പുകൾ ഉണ്ട്. ഒന്നാമത്തത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പും രണ്ടാമത്തത് ഡൈനാമിക് പമ്പുമാണ്. ഈ ഡൈനാമിക് പമ്പിൽ വരുന്നതാണ് നമ്മൾ പഠിക്കുന്ന സെൻട്രിഫ്യൂഗൽ പമ്പ്. സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ മെയിൻ പാർട്ടാണ് ഇമ്പലർ. ഇമ്പലർ ഗൺ മെറ്റൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ടൈറ്റ് കേസിനുള്ളിലാണ് ഇമ്പലർ ഇരിക്കുന്നത്. ഇതിന് രണ്ട് ഓപ്പണിംഗ് ഉണ്ട്. ഒന്നാമത്തത് സെൻട്രൽ ഓപ്പണിംഗ്, രണ്ടാമത്തത് സൈഡ് ഓപ്പണിംഗ്. സെൻട്രൽ ഓപ്പണിങ്ങിനെ സക്ഷൻ എന്ന് പറയുന്നു. സക്ഷനിൽ നിന്ന് കിണറ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന പൈപ്പിനെയാണ് സക്ഷൻ പൈപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ഫുഡ് വാൽവ് കണക്ട് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ ഓപ്പണിങ്ങിൽ നിന്ന് ടാങ്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന പൈപ്പിനെയാണ് ഡെലിവറി പൈപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇമ്പലർ, ഡെലിവറി പൈപ്പ്, സക്ഷൻ പൈപ്പുള്ള ഒരു ചെറിയ വീഡിയോയിലേക്ക് പോകാം. സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ മെയിൻ കമ്പോണൻ്റ് ആണ് ഇമ്പല്ലർ. ഒരു ഇലക്ട്രിക് മോട്ടോർ വെച്ച് ഇമ്പല്ലർ കറക്കുമ്പോൾ സെൻട്രൽ പോർഷനിൽ പ്രഷർ വളരെ കുറവായിരിക്കും. അതായത് കിണറിലെ പ്രഷറിനേക്കാളും കുറവായിരിക്കും. എപ്പോഴും ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നത് ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്കായിരിക്കും. ഇമ്പല്ലറിൽ ലോ പ്രഷർ ആയതുകൊണ്ട് വാട്ടർ സക്ഷൻ ചെയ്യാൻ തുടങ്ങും. ഇമ്പല്ലർ കറങ്ങുന്നത് കൊണ്ട് ഹൈ കൈനറ്റിക് എനർജി ഈ ഫ്ലൂയിഡിന് കിട്ടും. ഈ കൈനറ്റിക് എനർജിയെ പ്രഷർ എനർജിയായി വല്യൂട്ട് കൺവെർട്ട് ചെയ്ത് ഡിസ്ചാർജ് ചെയ്യും. ഈ ടൈപ്പ് പമ്പിനെയാണ് സെൻട്രിഫ്യൂഗൽ പമ്പെന്ന് പറയുന്നത്. ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ആണ് ചിത്രത്തിൽ കാണുന്നത്. സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ മെയിൻ പാർട്സ് ആണ് പമ്പ് കേസിംഗ്, സക്ഷൻ പൈപ്പ് ഓർ വാൽവ്, ഡെലിവറി പൈപ്പ്, ഇമ്പല്ലർ, ഫുഡ് വാൽവ്, ബിയറിംഗ്, സീൽ, ഷാഫ്റ്റ് മുതലായവ. ഇനി നമുക്ക് ഓരോ പാർട്ടിനെ പറ്റിയും പഠിക്കാം. ആദ്യത്തെ പാർട്ടാണ് കേസിംഗ്. ഇറ്റ് ഈസ് ആൻ എയർ ടൈറ്റ് പാസേജ് സറൗണ്ടിങ് ദ ഇമ്പല്ലർ. ഇമ്പല്ലറിന് ചുറ്റുമുള്ള വായു കടക്കാത്ത പാതയാണ് കേസിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് സക്ഷൻ പൈപ്പ്. ദ പൈപ്പ് ഹൂസ് one end is connected to the inlet of the pump and other end dip into water. സക്ഷൻ പൈപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എൻഡ് നമ്മൾ സെൻട്രൽ പോർഷനിലേക്ക്, പമ്പിൻ്റെ സെൻട്രൽ പോർഷനിലേക്ക് കണക്ട് ചെയ്യുന്നു, മറ്റേ എൻഡ് വെള്ളത്തിലേക്ക് ഇടുന്നു. മൂന്നാമത്തെ ആണ് ഡെലിവറി പൈപ്പ്. ദ പൈപ്പ് ഹൂസ് one end is connected to the outlet of the pump and the other end is involved in delivery the water at a required height. ഡെലിവറി പൈപ്പിൻ്റെ ഒരു എൻഡ് പമ്പിൻ്റെ ഔട്ട്ലെറ്റിലും മറ്റേ അറ്റം ഉയരത്തിലുള്ള ടാങ്കിലേക്കും കൊടുത്തിരിക്കും. നാലാമത്തെ പാർട്ട് ഇമ്പല്ലർ. It is the main rotating part that provides centrifugal acceleration to the fluid. മോട്ടറിനകത്തെ റൊട്ടേറ്റിംഗ് പാർട്ടാണ് ഇമ്പല്ലർ. ഇമ്പല്ലർ നിർമ്മിച്ചിരിക്കുന്നത് ഒരു ഗൺ മെറ്റൽ കൊണ്ടാണ്. വെള്ളത്തിന് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ കൊടുക്കുക എന്നതാണ് ഇമ്പല്ലറിൻ്റെ ജോലി. അഞ്ചാമത്തെ പാർട്ടാണ് ഫുഡ് വാൽവ്. ഫുഡ് വാൽവ് ഈസ് മെയ്ഡ് ഓഫ് മെറ്റൽ. ഹാർഡ് റബ്ബർ ഈസ് കട്ട് ഇൻ എ പർട്ടിക്കുലർ ഷേപ്പ് ആൻഡ് ഈസ് ഫിറ്റഡ് ഇൻസൈഡ് ദ വാൽവ് കേസ്. ഫുഡ് വാൽവ് ആർ ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ. ഫുഡ് വാൽവ് മെറ്റൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫുഡ് വാൽവ് കേസിനുള്ളിൽ കട്ടിയുള്ള റബ്ബർ ഒരു പ്രത്യേക ആകൃതിയിൽ മുറിച്ച ശേഷം ഘടിപ്പിച്ചിരിക്കും. ഫുഡ് വാൽവ് വെള്ളത്തിൽ മുങ്ങി കിടക്കും. ആറാമത്തെ പാർട്ടാണ് ഷാഫ്റ്റ്.
Shaft is a mechanical component for transmitting torque from the motor to the impeller. മോട്ടറിൽ നിന്ന് ടോർക്ക് ഇമ്പല്ലറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനുള്ള മെക്കാനിക്കൽ പാർട്ടാണ് ഷാഫ്റ്റ്. ഏഴാമത്തെ പാർട്ട് ഷാഫ്റ്റ് സീലിംഗ്. ഇറ്റ് ഈസ് എ മെക്കാനിക്കൽ സീൽ വിച്ച് ഹെൽപ്സ് പ്രിവെൻറ്റ് ലീക്കേജ് ഓഫ് പമ്പ് ലിക്വിഡ്. ലീക്കേജ് തടയാൻ വേണ്ടിയാണ് നമ്മൾ സീലിംഗ് ഉപയോഗിക്കുന്നത്. എട്ടാമത്തെ പാർട്ടാണ് ബിയറിംഗ്. ബിയറിംഗ് കൺസ്ട്രെയിൻ റിലേറ്റീവ് മോഷൻ ഓഫ് ദ ഷാഫ്റ്റ് ആൻഡ് റെഡ്യൂസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് ആൻഡ് ദ സ്റ്റാർട്ടർ. സ്റ്റാർട്ടറും റൊട്ടേറ്റിംഗ് ഷാഫ്റ്റും തമ്മിലുള്ള ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് ബിയറിംഗ് ഉപയോഗിക്കുന്നത്. കിണറ്റിൽ നിന്ന് ടാങ്കിൽ വരെ വെള്ളം പമ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ഡയഗ്രമാണ് കാണുന്നത്. സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ വർക്കിംഗ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മോട്ടോർ പവർ ഓൺ ചെയ്യുമ്പോൾ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്ത് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാകുന്നു. ആ ഫോഴ്സ് മൂലം കിണറ്റിലുള്ള വെള്ളം സക്ഷൻ പൈപ്പ് വഴി ടാങ്കിൽ എത്തുന്നു. ഈ പ്രോസസ്സ് നല്ലവണ്ണം നടക്കണമെങ്കിൽ എപ്പോഴും സക്ഷൻ പൈപ്പ് വാട്ടർ ലീക്ക് പ്രൂഫ് ആയിരിക്കണം. പുതുതായി നമ്മൾ ഒരു പമ്പ് വാങ്ങിക്കുമ്പോൾ അതിൽ പ്രൈമിംഗ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്താണ് പ്രൈമിംഗ്? പ്രൈമിംഗ് എന്ന് പറഞ്ഞാൽ സക്ഷൻ പൈപ്പിലുള്ള എയറിനെ പുറത്തു കളഞ്ഞിട്ട് വാട്ടർ ഫില്ല് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്രൈമിംഗ് എന്ന് പറയുന്നത്. മോട്ടോർ ഓഫ് ചെയ്യുമ്പോൾ ഈ സക്ഷൻ പൈപ്പിലുള്ള വാട്ടർ പ്രഷർ കാരണം ഫുഡ് വാൽവ് ക്ലോസ് ആവുകയും ഫുഡ് വാൽവ് വഴി വെള്ളം താഴേക്ക് പോകാതിരിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഫുഡ് വാൽവിന്റെ ഉപയോഗം. പുതിയ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നോക്കാം. പുതിയ ഒരു പമ്പിൽ സക്ഷൻ ഡെലിവറി ഫ്ലാഞ്ചസ് സീൽ ചെയ്തിരിക്കും. അതിലേക്ക് പൊടിയും അഴുക്കുകളും ഒന്നും കയറാതെ. ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ നൈഫ് ഉപയോഗിച്ച് ഫ്ലാഞ്ചസ് റിമൂവ് ചെയ്യണം. പൈപ്പിൻ്റെ ത്രെഡ് സീലിംഗ് ചെയ്യുന്നതിന് ടെഫ്ലോൺ ടേപ്പാണ് ഉപയോഗിക്കുന്നത്. പൈപ്പ് ത്രെഡുകൾ അടയ്ക്കുന്നതിനായി പ്ലംബിങ്ങിൽ ടെഫ്ലോൺ ടേപ്പ് സാധാരണയായി ഉപയോഗിക്കുന്നു. 1 ഇഞ്ച് PVC പൈപ്പ് എടുത്തിട്ട് കട്ട് ചെയ്യുക. ആ കട്ട് ചെയ്ത PVC പൈപ്പ് ഒരു MTA കണക്ട് ചെയ്യുക. ആ 1 ഇഞ്ച് PVC പൈപ്പിലേക്ക് സോൾവെൻറ്റ്, ഇതാണ് സോൾവെൻറ്റ് അപ്ലൈ ചെയ്യുക. ഒരു 32 mm PVC ടീ എടുക്കുക. അതിനുശേഷം 1 ഇഞ്ചിൻ്റെ PVC പൈപ്പ് എടുത്തിട്ട് ഈ ടീയിലേക്ക് ഫിക്സ് ചെയ്യുക. ഒരു 32 mm PVC FTA ഫീമെയിൽ ത്രെഡ് അഡാപ്റ്റർ എടുക്കുക. അവിടെ നമ്മൾ സോൾവെൻ്റ് അപ്ലൈ ചെയ്യുക. ഇതാണ് ബാൾ വാൽവ്. ഒരു ബാൾ വാൽവ് ഉപയോഗിച്ച് നമുക്ക് ലിക്വിഡിൻ്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യാൻ ഒക്കും. वन इंच PVC പൈപ്പ് ബാൾ വാൽവിൻ്റെ ഡെലിവറി എൻഡിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് സോൾവെൻ്റ് തേച്ചതിന് ശേഷം
ഒരു PVC FTA കണക്ട് ചെയ്യുന്നു. ഇതിലേക്ക് ഒരു ഹോസ് നിപ്പിൾ കണക്ട് ചെയ്യുക. ഒരു എൻ ക്യാപ്പ് വെച്ച് മേൽവശം അടയ്ക്കുക. ഇനി നമുക്ക് സക്ഷൻ സൈഡിൽ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. ഒരു ഹോസ് നിപ്പിൾ കണക്ട് ചെയ്യുക. ഒരു എൻ ക്യാപ്പ് വെച്ച് മേൽവശം അടയ്ക്കുക. ഇനി നമുക്ക് സക്ഷൻ സൈഡിൽ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. സക്ഷൻ സൈഡിൽ നമ്മൾ 1 ഇഞ്ച് PVC സക്ഷൻ ഹോസ് പൈപ്പ് കണക്ട് ചെയ്യുന്നു. ഇതാണ് ഹോസ് ക്ലാമ്പ്. അത് വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് ആ പൈപ്പ് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി ടൈറ്റ് ചെയ്യുന്നു. ആ സക്ഷൻ പൈപ്പിൻ്റെ മറ്റേ എൻഡിൽ നമ്മൾ ഫുഡ് വാൽവ് കണക്ട് ചെയ്യുന്നു. ഈ എൻഡാണ് നമ്മൾ വെള്ളത്തിലേക്ക് ഇടുന്നത്. ഒരു കോട്ടൺ തുണി എടുത്ത് നമ്മൾ ഫുഡ് വാൽവ് ചുറ്റി കെട്ടുന്നു. അതുവഴി ചെളിയൊന്നും അകത്തേക്ക് കയറാതെ. നമ്മളൊരു പുതിയ പമ്പ് വർക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പ്രൈമിങ് ചെയ്യണം. പ്രൈമിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സക്ഷൻ പൈപ്പിലുള്ള എയറിനെ എല്ലാം പുറത്ത് കളഞ്ഞിട്ട് വെള്ളം ഫില്ല് ചെയ്യുന്ന പ്രോസസ്സാണ് പ്രൈമിങ് എന്ന് പറയുന്നത്. സാധാരണ 1/2 HP മോട്ടറിന് 1 സ്ക്വയർ mm 3 കോർ കേബിളാണ് ഉപയോഗിക്കുന്നത്. സെൻട്രിഫ്യൂഗൽ പമ്പിനെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സെൻട്രിഫ്യൂഗൽ പമ്പ് ഉപയോഗിച്ച് 8 മീറ്റർ താഴ്ചയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാൻ നോക്കൂ. അതിൽ കൂടുതൽ ആഴങ്ങളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ജെറ്റ് പമ്പാണ് ഉപയോഗിക്കുന്നത്. ജെറ്റ് പമ്പ് ഉപയോഗിച്ച് 40 മീറ്റർ താഴ്ചയിൽ നിന്ന് വരെ വെള്ളം പമ്പ് ചെയ്യാൻ സാധിക്കുന്നു. ജെറ്റ് പമ്പ് എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെയും ഒരു ജെറ്റ് അസംബ്ലിയുടെയും കൂടി ചേർന്ന ഒരു യൂണിറ്റ് ആണ്. ഇതിൽ സക്ഷൻ സൈഡിൽ 2 ഓപ്പണിംഗ് ഉണ്ട്. അതിലേക്കാണ് ജെറ്റ് അസംബ്ലി കണക്ട് ചെയ്യുന്നത്. ജെറ്റ് അസംബ്ലി എന്ന് പറഞ്ഞാൽ അതിൽ ഫുഡ് വാൽവും 2 പൈപ്പുകളും ഉണ്ടായിരിക്കും. ഇതിലെ ഡെലിവറി പൈപ്പ് എപ്പോഴും പ്രഷർ പൈപ്പിനേക്കാളും വലുതായിരിക്കും. ഫുഡ് വാൽവിന്റെ നിർമ്മാണ പ്രത്യേകത കൊണ്ടും പ്രഷർ പൈപ്പിന്റെ പ്രവർത്തനം കൊണ്ടും വെള്ളം താഴ്ചയിൽ നിന്ന് സുഗമമായി പമ്പ് ചെയ്യാൻ സാധിക്കുന്നു. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ഫാൾട്ട് ആൻഡ് റെമഡീസ് ഓഫ് വാട്ടർ പമ്പ്. വാട്ടർ പമ്പിലുണ്ടാവുന്ന കുഴപ്പങ്ങളും അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ പരിഹാരങ്ങളുമാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ഫാൾട്ടാണ് പമ്പ് ആൻഡ് മോട്ടർ വർക്ക്സ്, വാട്ടർ ഈസ് നോട്ട് പമ്പ്ഡ് ഔട്ട്. പമ്പും മോട്ടറും പ്രവർത്തിക്കുന്നു, പക്ഷേ വെള്ളം പമ്പ് ചെയ്യപ്പെടുന്നില്ല. അതിന് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ സക്ഷൻ പൈപ്പിൽ നിന്നുള്ള വെള്ളം ഫുഡ് വാൽവിലൂടെ പുറത്തേക്കൊഴുകുകയും ആ പൈപ്പിൽ എയർ
കയറുന്നതും മൂലമാണ്. അത് എങ്ങനെ നമുക്ക് പരിഹരിക്കാം? പ്ലഗ് റിമൂവ് ചെയ്തതിനു ശേഷം വെള്ളം നിറയ്ക്കുക. മോട്ടർ നിർത്തിയതിനു ശേഷം ഫുഡ് വാൽവിൽ ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കുക. ചോർന്നാൽ വാൽവ് റിമൂവ് ചെയ്യുക. രണ്ടാമത്തെ ഫാൾട്ടാണ് പമ്പ് വിൽ നോട്ട് സ്റ്റാർട്ട് ഓർ റൺ. പമ്പ് സ്റ്റാർട്ടാവുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ തെറ്റായ വയറിംഗ് ആയിരിക്കാം, കല്ലോ മറ്റു വസ്തുക്കളോ ഇമ്പല്ലറിൽ തങ്ങി നിൽക്കുന്നത് കൊണ്ടാവാം, കപ്പാസിറ്റർ കേടായതുകൊണ്ടും ആവാം. അതിൻ്റെ റെമഡി: ആദ്യം നമ്മൾ വയറിംഗ് പരിശോധിക്കുക. പമ്പ് ഇളക്കിയതിന് ശേഷം തങ്ങി നിൽക്കുന്ന വസ്തുവിനെ മാറ്റുക. കപ്പാസിറ്റർ മാറ്റി സ്ഥാപിക്കുക. മൂന്നാമത്തെ ഫാൾട്ടാണ് മോട്ടർ ഓവർഹീറ്റ്സ്. മോട്ടർ ഓവർഹീറ്റ് ആവുന്നു. അതിനുള്ള കാരണങ്ങളാണ് വൈദ്യുതി വിതരണ വോൾട്ടേജുമായി മോട്ടോർ വോൾട്ടേജ് പൊരുത്തപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഇമ്പല്ലർ പമ്പിൻ്റെ കേസിൽ തട്ടുകയോ ഫ്രീ ആയി റൊട്ടേറ്റ് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നു. അതെങ്ങനെ പരിഹരിക്കാം? ആദ്യം മോട്ടറിൻ്റെ കണക്ഷൻ പരിശോധിക്കുക. പമ്പ് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് ഇമ്പല്ലർ മാറ്റി സ്ഥാപിക്കുക. അടുത്ത ഫാൾട്ടാണ് പമ്പ് ലീക്സ് അറ്റ് ഷാഫ്റ്റ്. പമ്പിലെ ചോർച്ച. അതിനുള്ള കാരണങ്ങളെന്ന് പറഞ്ഞാൽ പഴകിയത് മൂലം മെക്കാനിക്കൽ സീൽ കേടാവുക, അല്ലെങ്കിൽ ഫോറിൻ മെറ്റീരിയൽസ് പമ്പിൽ ഉണ്ടാവുക, ഇമ്പല്ലർ കേടാവുക, മോട്ടോർ ബെയറിങ്ങുകൾ പഴകിയത് മൂലം ഡാമേജ് ആവുക. അത് എങ്ങനെ പരിഹരിക്കാം? ഒന്നുകിൽ മെക്കാനിക്കൽ സീൽ മാറ്റി സ്ഥാപിക്കുക, പമ്പ് ഇളക്കി വൃത്തിയാക്കുക, ഇമ്പല്ലർ മാറ്റി സ്ഥാപിക്കുക, ബെയറിംഗ് മാറ്റി സ്ഥാപിക്കുക. അഞ്ചാമത്തെ ഫാൾട്ടാണ് പമ്പ് വിൽ നോട്ട് പ്രൈം. പമ്പ് പ്രൈം ആകുന്നില്ല. നമ്മൾ നേരത്തെയുള്ള ടോപ്പിക്ക് പ്രൈമിങ്ങിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ കേസിങ്ങിനകത്ത് പ്രൈമിംഗ് വാട്ടർ ഇല്ല, മെക്കാനിക്കൽ സീൽ ചോർച്ച ഉണ്ടാവാം, സക്ഷൻ ലൈനിലെ ചോർച്ചയാവാം, സക്ഷൻ വാൽവ് അടഞ്ഞിരിക്കുന്നത് മൂലമാവാം, അല്ലെങ്കിൽ ഫുഡ് വാൽവ് ലീക്കിംഗ് ആയിരിക്കും. അത് എങ്ങനെ പരിഹരിക്കാം? പമ്പിൻ്റെ കേസ് ഫിൽ ചെയ്യുക, മെക്കാനിക്കൽ സീൽ മാറ്റി സ്ഥാപിക്കുക, സക്ഷൻ ലൈൻ റിപ്പയർ ചെയ്യുകയോ മാറ്റി സ്ഥാപിക്കുകയോ ചെയ്യുക, സക്ഷൻ വാൽവ് ഓപ്പൺ ആക്കുക, ഫുഡ് വാൽവ് മാറ്റി സ്ഥാപിക്കുക. ഈ വീഡിയോയിൽ വാട്ടർ പമ്പിനെ പറ്റി എടുത്ത ടോപ്പിക്കുകൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.